മക്കളെ വളർത്തുന്ന പോലെ തന്നെയാണ് ഒരു കോർ ടീമിലെ മെമ്പേഴ്സിനെ വളർത്തേണ്ടതെന്ന് വിശ്വസിക്കുന്നു. ഒരു പെർഫോമൻസും ഇല്ല, ഒരു അച്ചീവ്മെന്റും ഇല്ല. അദ്ദേഹത്തിന് വേണ്ടി കോർ ടീമിൽ കൊണ്ടുവരുന്നത് ഗ്രോത്ത് കൊണ്ടുവരേണ്ട മാത്രം ഉത്തരവാദിത്തമല്ല. അവരുടെ ആളുകൾ തമ്മിൽ കോൺഫ്ലിക്ട്സ് സ്വാഭാവികമാണ്. കോർ ടീം ഇല്ലാതെ ഒരാൾ ഒരു ബിസിനസ്സുകാരനാണെന്ന് പറയുന്നത്. നമസ്കാരം സർ. നമസ്കാരം സർ, പല വീഡിയോകളിലും സർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ടേമാണ് കോർ ടീം എന്ന് പറയുന്നത്. പലപ്പോഴും പല ഓൺടർപ്രണേഴ്സിന്റെ അടുത്ത് നമ്മൾ വിളിക്കുമ്പോഴും കോർ ടീം എന്താണ് എന്നുള്ളൊരു കാര്യത്തിനെ പറ്റി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട് എന്താണ് കോർ ടീം, നമ്മുടെ അടുത്ത് തിരിച്ച് ചോദിക്കാറുണ്ട്. അതിനെ പലപ്പോഴും ഒരു ലീഡർഷിപ്പ് ടീം എന്ന് വിളിക്കാം, അങ്ങനെ പല പേരുകളിൽ ഇതിനെ വിളിക്കാം. അപ്പോൾ ഒരു ബിസിനസ്സിൽ ഒരു കോർ ടീം ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ ഒരു കോർ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ് ഒരു ബിസിനസ്സിൽ? ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ്. ഒരു ഓൺടർപ്രണർ ഒറ്റയ്ക്ക് തീരുമാനമെടുത്തുകൊണ്ട് ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പൊതുവെ വലിയ വളർച്ചയിലേക്ക് നയിക്കില്ല എന്നതാണ്. എന്താ കാരണം ചോദിച്ചാൽ, ആരാണോ തീരുമാനം എടുക്കുന്നത് അവർക്കായിരിക്കും ഓണർഷിപ്പ് ഉണ്ടാവുക. അപ്പൊ എപ്പോഴും ഒരു സ്ഥാപനത്തിൽ തീരുമാനം എടുക്കേണ്ടത് ആ ഓൺടർപ്രണർ മാത്രമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു 4, 5, 7 ആളുകളുള്ള ഒരു ചെറിയ ഗ്രൂപ്പ്, ലീഡർഷിപ്പ് ലെവലിലുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പ്, അവരെയാണ് നമ്മൾ കോർ ടീം എന്ന് പറയുന്നത്. പ്രധാനമായി അവർ 2 കാര്യങ്ങളാണ് ചെയ്യുക. ഒന്ന്, ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും, 2, ആ തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ള അക്കൗണ്ടബിലിറ്റിയും ആ ടീമിനാണ് എന്നാണ്. അപ്പൊ ഗ്രോത്ത് ഓൺടർപ്രണറുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ആ കോർ ടീമിന്റെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് വരുമ്പോഴാണ് ഒരു നല്ല കോർ ടീം ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പൊ അതിനെയാണ് കോർ ടീം എന്ന് പറയുക. ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട തീരുമാനം അവിടെ വച്ചേ എടുക്കാവൂ. ആ കോർ ടീം മീറ്റിങ്ങിൽ വെച്ച് സ്ഥാപനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാവൂ. അത് നടപ്പാക്കുന്ന കാര്യം പ്ലാൻ ചെയ്യേണ്ടത് അവിടെ തന്നെയാണ്. അതിൽ ഓരോരുത്തർക്കും അവരവരുടെ റോള് കൊടുക്കണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അതൊരു ടീമിന്റെ പ്രവർത്തനമായി മാറുകയും ആ സ്ഥാപനം ഉയർച്ചയിലേക്ക് പോവുകയും ചെയ്യും. പലപ്പോഴും ഈ SMEയിൽ എന്തുകൊണ്ടാണ് സർ ഈ ഒരു കോർ ടീം ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു, ചിലപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു ലോങ് ടേമിലേക്ക് പോകാനായിട്ടുള്ളൊരു വിഷൻ മുമ്പിലില്ലാത്തത് കൊണ്ടാണോ എന്താണോ എന്നറിയില്ല, കോർ ടീം എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ട് അത് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ളൊരു മടി അവർ കാണിക്കുന്നു? ഒരു കാര്യം ലോകത്ത് സത്യമാണ്, ലോകത്ത് ഒരു യുദ്ധത്തിലും രാജാവ് ഒറ്റയ്ക്ക് ജയിച്ചിട്ടില്ല എന്നതാണ്. ജയിച്ച ഏതെങ്കിലും രാജാക്കന്മാരുടെ പിന്നിൽ ശക്തമായ കുറെ ക്യാപ്റ്റന്മാർ അല്ലെങ്കിൽ തളപതികൾ ഉണ്ടായിട്ട്. അപ്പോൾ അതുപോലത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ലീഡേഴ്സിനെ ഒരാൾ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ലോകത്തെ ഏത് യുദ്ധവും വിജയിക്കാൻ കഴിയുള്ളൂ എന്നാണ്. അപ്പോൾ ബിസിനസ്സിലേക്ക് പോകുമ്പോൾ, ബിസിനസ്സിൽ തുടക്കത്ത് വന്നു, നമ്മൾ ഒറ്റയ്ക്ക് പണിയെടുത്തു, നമുക്ക് വരുമാനം കിട്ടി. പക്ഷേ ഇതൊരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരു ടീം വേണം എന്ന തിരിച്ചറിവ്, ഒരു സെൽഫ് എംപ്ലോയി മോഡിൽ നിന്ന് ഒരു ബിസിനസ് മോഡിലേക്ക് പോകണമെങ്കിൽ ഒരു ലീഡർഷിപ്പ് ടീം ഉണ്ടാകണം. ആ ലീഡർഷിപ്പ് ടീമാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നടത്തേണ്ടതും ചെയ്യേണ്ടതും. എന്തുകൊണ്ടാണത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നത് കാരണം ചോദിച്ചാൽ, ഈ ലീഡർഷിപ്പ് ടീം വളരെ സ്ട്രോങ് ആണെന്ന് കരുതിക്കൊള്ളൂ. ഫസ്റ്റ് ലെവലിൽ ഈ ലീഡർഷിപ്പ് ടീം വളരെ സ്ട്രോങ് ആണെങ്കിൽ ബഹുഭൂരിപക്ഷം ഓപ്പറേഷണൽ ആക്ടിവിറ്റികളും ആ ടീം ചെയ്തോളൂ. കാരണം അതിലുള്ള ലീഡർമാർ ചെയ്തോളൂ. സ്വാഭാവികമായി ഈ ഓൺടർപ്രണറുടെ സമയം കുറെ ലാഭം കിട്ടും. ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു അസറ്റ് ഓൺടർപ്രണറുടെ ഏതാന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ സമയമാണ്. ആ സമയം ഇവർ ആക്റ്റീവ് ആകുന്നതോടുകൂടി അദ്ദേഹത്തിന് കൂടുതൽ സമയം കിട്ടും. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് ഈ കമ്പനിയുടെ ഗ്രോത്ത് ആക്ടിവിറ്റികളെ കുറിച്ച് എന്ന് പറഞ്ഞാൽ, വേറെ എവിടെ ഒരു ബ്രാഞ്ച് തുടങ്ങാം, വേറെ ഏത് രാജ്യത്തിൽ തുടങ്ങാം, പുതിയ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടോ, ആരുമായിട്ട് കൊലാബറേറ്റ് ചെയ്യാം, പുതിയ സപ്ലയറെ ഇല്ലെങ്കിൽ ഒരു ഇന്നോവേഷൻ എങ്ങനെ കൊണ്ടുവരാം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചിന്തിക്കാനുള്ള സമയം കിട്ടും. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, എക്സിബിഷനുകൾക്ക് പോവാൻ, ഇതിനൊന്നിനും ഇപ്പോൾ സമയമില്ലാതെ ഈ ഓപ്പറേഷണൽ ആക്ടിവിറ്റി പോകുന്നതിന് കാരണം അതിനെ ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പ് ലെവൽ ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ്. ലൈക്ക് കോർ ടീം എന്ന് പറയുന്ന ഒരു ടീം മെയിൻലി ഒരു ഓൺടർപ്രണറിനെ സപ്പോർട്ട് ചെയ്ത ഒരു വിഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. തുടക്ക ലെവലിൽ ഉദാഹരണം, ഒരു ക്ലാസ്സിൽ ഒരു കാര്യം പഠിച്ചു, ഈ ഓൺടർപ്രണർ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കില്ല. ആ ടീമിലുള്ള പ്രത്യേകിച്ച് തലപ്പത്തുള്ള ആളുകൾക്ക് ഇത് കൺവിൻസ്ഡ് ആകണം. അവർ കൺവിൻസ്ഡ് ആയാൽ അവരുടെ താഴെയുള്ളവരെ അവർ കൺവിൻസ്ഡ് ആയി. അങ്ങനെയാണ് ആ ലീഡർഷിപ്പ്. ഇപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ വീട്ടിൽ വളരെ സ്ട്രോങ് ആണ്, പക്ഷെ നമ്മുടെ മക്കൾ വലുതായിട്ടും സ്ട്രോങ് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ കുടുംബത്തിലൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാണ്. പകരം നമ്മൾ എങ്ങനെ ശക്തനാണോ അതുപോലെ തന്നെ നമ്മുടെ മക്കളെയും ശക്തനാക്കാൻ നമ്മൾ ബോധപൂർവം ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഒരു കാലത്ത് നമ്മളില്ലാത്ത സമയത്ത് ഈ മക്കൾ കഴിവില്ലാത്തവരായി, ഉള്ളത് നഷ്ടപ്പെടുത്തുന്നവരായി മാറും. അത് സ്ഥാപനത്തിനും ബാധകമാണെന്നാണ്. ഇതാണ് ആദ്യത്തെ ലെവൽ. ഇനി ഇത് വളരെ നന്നായി പോകുമ്പോൾ
ഇവർ ഇവരുടെ താഴെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പ് ക്രിയേഷൻ പ്രോസസ്സാണ്. കാരണം പുതിയ ആളുകൾ, പുതിയ ലീഡേഴ്സ്, ശക്തമായ ലീഡേഴ്സ് അങ്ങനെ വന്നു പോകുന്നതാണ് ബിസിനസ്. ലൈക്ക് ഇപ്പൊ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന കോർ ടീമാണ് പിന്നീട് നമ്മളുടെ ബിസിനസ്സിനെ കൊണ്ടുപോകാനായിട്ടുള്ള. ഇപ്പൊ റീസെന്റ് നമ്മളിപ്പോ ഒരു പ്ലാനിങ്, നമ്മുടെ നെക്സ്റ്റ് ലെവൽ ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ നമ്മുടെ സ്പേസ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ റീസെന്റ് ഒരു സക്സഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്തപ്പോ സാർ ഇങ്ങനെ പറയണ കേട്ടു, കോർ ടീം എന്ന് പറയുന്നത് ഒരു സക്സഷൻ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് അവരെ ഒരുക്കുന്ന ഒരു ടീം കൂടിയാണ് എന്ന് പറയുന്നത് കേട്ടു. അപ്പോ ഈ അവരുടെ കറന്റ് എ ലെവൽ അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു ലീഡർഷിപ്പ് ലെവലിൽ നിന്നും പിന്നെ അവരുടെ പുറകിലോട്ടുള്ള ലീഡേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത് ഇവരാണ്. അതായത് മനുഷ്യൻ തീർന്നു പോകുന്നവരാണ്, സ്ഥാപനം തീർന്നു പോകുന്നതല്ല. 100-150 കൊല്ലം മുമ്പ് തുടങ്ങിയ സ്ഥാപനങ്ങൾ ഇന്നും ലോകത്തിൽ ജൈത്രയാത്ര ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഈ ലോകത്ത് എത്ര വലിയ മനുഷ്യനും 70 വയസ്സിലോ 80 വയസ്സിലോ 90 വയസ്സിലൊക്കെ മരിച്ചെന്ന് പോയിരിക്കും. അപ്പൊ ഒരു സ്ഥാപനം നടത്തുന്ന ആൾ ചിന്തിക്കേണ്ടത് ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ, 10 കൊല്ലം കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു, ഈ സ്ഥാപനം ആര് റൺ ചെയ്യും, ഈ സ്ഥാപനത്തിൽ ആരായിരിക്കും ലീഡർഷിപ്പ് റോളിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന കാര്യം ഇയാൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ, നമുക്കൊരു അസുഖം വന്നു, നമ്മളൊരു 3 മാസം ഹോസ്പിറ്റലിൽ കിടന്നു, 6 മാസം ഹോസ്പിറ്റലിൽ കിടന്നു, ഈ സ്ഥാപനത്തിന്റെ സ്ഥിതി എന്താണെന്ന് ചിന്തിക്കണ്ടേ? അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം, നമുക്ക് എങ്ങനെയാണ് ഇയാളെ നമ്മുടെ ഒരു കോർ ടീമിലേക്ക് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും എന്ന് നമുക്ക് പറയാൻ എങ്ങനെ പറ്റും? എന്തെങ്കിലും ക്രൈറ്റീരിയാസ് ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയാസിന്റെ ബേസിസിലാണോ നമ്മൾ ഈ കോർ ടീം മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്? ഓരോരുത്തരും ഓരോ രീതിക്കായിരിക്കും സെലക്ട് ചെയ്യുക. എന്റെ ഒരു കാഴ്ചപ്പാടിൽ 4 കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇവരെ തിരഞ്ഞെടുക്കേണ്ടതെന്നാണ് ഞാൻ കരുതുക. ഒന്നാമത്തെ കാര്യം, ഇവർ കോമ്പിറ്റന്റ് ആണോ, അത് കഴിവുള്ളവരാണോ, ഇവരെ ഏൽപ്പിച്ച ജോലി, ഇവരെ നമ്മളൊരു ജോലി, ഒരു സെയിൽസ് മാനേജർ നിർത്തിക്കൊള്ളു, ആ സെയിൽസ് മാനേജർ ഒരു പെർഫോമൻസും ഇല്ല, ഒരു അച്ചീവ്മെന്റ് ഇല്ല, അദ്ദേഹത്തിന് വേണ്ടി കോർ ടീമിൽ കൊണ്ടുവരരുത് എന്നാണ്. കാരണം അദ്ദേഹം പ്രൂവൻ ആയിരിക്കണം, എങ്കിൽ മാത്രമേ ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണം, ഒരു സെയിൽസ് മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവിനോട് പറയുമ്പോൾ അയാൾ പ്രൂവൻ ആണെന്ന് സെയിൽസ് എക്സിക്യൂട്ടീവിന് മനസ്സിലായാൽ മാത്രമേ അയാൾ പറയുന്ന അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ 1 കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്, 2 കമ്മിറ്റ്മെന്റ്, അയാൾ ഈ സ്ഥാപനത്തിനോട് ചെയ്യുന്ന ജോലിയോട് കാണിക്കുന്ന ആത്മാർത്ഥത എത്രയാണ്. അല്ലാണ്ട് പരിപാടിയും കഴിഞ്ഞു പോയി ഇനി എന്താ എനിക്കെന്താ, അങ്ങനെയല്ല. കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഡെഡിക്കേഷൻ, ഓണർഷിപ്പ്, നമ്മൾ സാധനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനോട് കാണിക്കുന്ന ആത്മാർത്ഥത, അതാണ് രണ്ടാമത്തെ പരിഗണിക്കേണ്ട എലമെന്റ്. മൂന്നാമത്തത് എന്നെ അപേക്ഷിച്ച് വളരെ പ്രധാനമായി കാണുന്നത് വാല്യൂ സിസ്റ്റം. ചിലപ്പോൾ നന്നായി പെർഫോം ചെയ്യുന്ന ആളായിരിക്കും, ഒരു വാല്യൂ സിസ്റ്റം ഉണ്ടാവില്ല. അപ്പൊ വാല്യൂ സിസ്റ്റം ഉള്ളവരാണ് കോർ ടീമിൽ വരേണ്ടത്. ഇതൊക്കെ എന്റെ കാഴ്ചപ്പാടാണ് കേട്ടോ. 4ാമത്തെ കാര്യം, ഇൻട്രാപ്രണർ മൈൻഡ് സെറ്റ്. ഇൻട്രാപ്രണർ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓൺട്രപ്രണർ ചിന്തിക്കുന്ന പോലെ തന്നെ ഇയാൾ ചിന്തിക്കും. അതായത് ഉദാഹരണം, ഒരു ഓൺട്രപ്രണർ റവന്യൂ വരുന്നത് മാത്രമല്ല, പ്രോഫിറ്റിനെ കുറിച്ച് കൂടി ചിന്തിക്കും. ഈ ഇൻട്രാപ്രണർ ആയിരിക്കുന്ന എംപ്ലോയിയും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ ഒരു ചെലവാക്കുമ്പോൾ ഈ ചെലവ് എങ്ങനെ നമ്മുടെ സ്ഥാപനത്തിനെ ബാധിക്കും എന്ന് ചിന്തിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരു ഇൻട്രാപ്രണർ മൈൻഡ് സെറ്റ് ഉള്ള അയാൾ ജോലി ചെയ്യുന്ന ആളാണ്, പക്ഷെ ഒരു ഓൺട്രപ്രണർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന ഒരാൾ. ആകെയുള്ളൊരു വ്യത്യാസം, ഈ ഇൻട്രാപ്രണർ ഫിനാൻഷ്യൽ റിസ്ക് എടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവരെ ബിസിനസ്സുകാരൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണം. അങ്ങനെ ഈ 4 ക്വാളിറ്റികൾ ഉള്ളവരെ ആണ് കോർ ടീമിൽ വരേണ്ടത്. ഇനി നമ്മുടെ കോർ ടീമിൽ വരുന്ന ആരെങ്കിലും ഈ 4 ക്വാളിറ്റികളിൽ ഏതെങ്കിലും കുറവുള്ളവരാണെങ്കിൽ നമ്മൾ അവരെ കോച്ചിങ്ങിലൂടെ, മെന്ററിങ്ങിലൂടെ, ട്രെയിനിങ്ങിലൂടെ അത് അവർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ്. നമ്മൾ ഈ കോർ ടീമിനെ സെലക്ട് ചെയ്യുന്ന ടൈമിൽ ഓൺടർപ്രണേഴ്സിന് സാധാരണ സംഭവിക്കാൻ ചാൻസസ് ഉള്ള മിസ്റ്റേക്കുകൾ എന്താണ്? ഇപ്പൊ ഒരാൾ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് അയ്യോ അത്രയും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളല്ല എന്ന് തോന്നുന്നത്. അപ്പോൾ കോമൺലി ഈ ഓൺടർപ്രണേഴ്സ് വരുത്താൻ ചാൻസസ് ഉള്ള മിസ്റ്റേക്കുകൾ എന്തൊക്കെയായിരിക്കും? സാധാരണ നമ്മളിങ്ങനെ കോർ ടീമിലേക്ക് ആളെ കൊണ്ടുവരും, നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ കൊണ്ടുവരും. ഉദാഹരണം, ഒരു 8-10 പേരുണ്ടെന്ന് കരുതിക്കും. അതിൽ നമ്മളെ സുഖിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളോട് എപ്പോഴും നമ്മളെ ബഹുമാനിച്ച് വലിയ ആളാണ് സാർ, വലിയ ആളാണ്, യെസ് പീപ്പിൾ എന്ന് പറയുന്ന ആൾ, അങ്ങനെയുള്ളവരെ കൊണ്ടുവരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല കൊണ്ടുവരേണ്ടത്. പകരം വളരെ വസ്തുതാപരമായി ഇവർ കോർ ടീമിൽ വന്നാൽ ആ മീറ്റിങ്ങുകളിൽ സംഭാവന നൽകുമോ, ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് ഇവർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് വസ്തുതാപരമായി വളരെ ബുദ്ധിപരമായി ആലോചിച്ച് കൊണ്ടുവരേണ്ടതാണ് എന്നാണ് എന്റെ അഭിപ്രായം. ഇനി അങ്ങനെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എത്ര നോക്കി കൊണ്ടുവന്നാലും ചിലപ്പോൾ അവർ കോർ ടീമിൽ ഗുണപ്രദമാവണമെന്നില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് തുടക്കത്തിൽ ഇതിനെ കോർ ടീം എന്ന് വിളിക്കരുത്, ഒരു ചെറിയ ലീഡർഷിപ്പ് ടീം എന്ന് പറഞ്ഞ് ഉണ്ടാക്കുക. എന്നിട്ട് ഈ വന്ന ആളുകൾ ഒരു 6-7 മാസത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവർ ഈ കോർ ടീമിൽ എന്തെങ്കിലും സംഭാവന നൽകുന്നതാണോ. കാരണം നെഗറ്റീവ് പീപ്പിളൊക്കെ അതിലുണ്ടെങ്കിൽ അത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളല്ലാത്ത നല്ല ടീമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ മാത്രം വച്ചുകൊണ്ട് പ്രൊമോട്ട് ചെയ്ത് ഒരു കോർ ടീം എന്ന രീതിക്ക് പിന്നീട് വേറെ ഒന്ന് ഉണ്ടാക്കുകയും അവരിലൂടെ ഈ ഡിസിഷൻ മേക്കിങ്ങും
എക്സിക്യൂഷനും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഇപ്പൊ സാർ പറഞ്ഞല്ലോ കോർ ടീം എന്ന് പറയുന്നത് ഒരു യെസ് ടീം അല്ല എന്ന് പറഞ്ഞു. ഒബ്വിയസ് ആയിട്ട് എംപവേർഡ് ആയിട്ടുള്ള ഒരു കോർ ടീം ആണെന്നുണ്ടെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. അതായത് ഇപ്പൊ നമ്മുടെ മാനേജിങ് ഡയറക്ടർ അല്ലെങ്കിൽ ഫൗണ്ടർ ലെവലിലുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ കേൾക്കുക എന്നുള്ള അഭിപ്രായങ്ങൾ പറയുന്ന എംപവേർഡ് ആയിട്ടുള്ള ടീമായിരിക്കും. അപ്പൊ ആ കോൺഫ്ലിക്ട്സുകൾ എങ്ങനെയായിരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്? അല്ല, ഈ എംപവേർഡ് ആളുകൾ തമ്മിൽ കോൺഫ്ലിക്ട്സ് സ്വാഭാവികമാണ്. കാരണം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും, ഐഡിയാസ് ഉണ്ടാകും. ആ കോൺഫ്ലിക്റ്റ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പ്രധാനമാണ്. ഇപ്പോൾ ഫാമിലി എടുക്കാം. ചെറിയ കൊച്ചായിരിക്കുമ്പോൾ നമ്മൾ പറയുന്നതെല്ലാം കുട്ടികൾ കേൾക്കും. ഇങ്ങോട്ട് പോ അങ്ങോട്ട് പോ എല്ലാം കേൾക്കും. അവൻ കുറച്ചും കൂടി വലുതാകുമ്പോൾ നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ അച്ഛൻ പറയുന്നത് തെറ്റാണ്, അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു ഷോക്കിംഗ് ഉണ്ടാകും. പക്ഷെ അതിന്റെ അടുത്ത സൈഡ് എത്താം, കൊച്ചു വലുതായി, അവന് സ്വയം ചിന്തിക്കാനുള്ള ശേഷിയായി. യഥാർത്ഥത്തിൽ ഇതിന്റെ മറ്റൊരു വശം സന്തോഷിക്കാനുള്ളതാണ്. നമ്മുടെ മക്കൾ നമ്മൾ പറയുന്ന കാര്യത്തിനെ അപ്പൊ ആ അർത്ഥത്തിൽ തന്നെ എടുക്കണം. ചിലപ്പോ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് മാത്രം നമ്മൾ കറക്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഉദാഹരണം, ഒരു കോർ ടീം മീറ്റിംഗിൽ ഒരാളൊരു അഭിപ്രായം പറയുന്നു, പിന്നെ എല്ലാവരും അത് ഓക്കെ സാർ ഓക്കെ സാർ. ഒരു GM പറയുന്നു, ബാക്കിയുള്ളവരൊക്കെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ് ആണെന്ന് കരുതിക്കൊള്ളൂ. ഇപ്പൊ GM നമ്മളെക്കാൾ മുകളിലുള്ള ആളായതുകൊണ്ട്, അല്ലെങ്കിൽ ഓൺട്രപ്രണർ നമ്മളെക്കാൾ നമുക്ക് ശമ്പളം തരുന്നുണ്ട്, അയാൾ പറയുന്ന എല്ലാം കേൾക്കണം എന്ന് അങ്ങനെയല്ല. ഒരു GM പറയുമ്പോഴും അത് തെറ്റാണ്, ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇതിന് പ്രത്യാഘാതമുണ്ട് എന്ന് ഇയാൾ പറയുമ്പോൾ അത് ഒരു ഈഗോ ഇല്ലാതെ അദ്ദേഹം മനസ്സിലാക്കുകയും ഇതിന്റെ ഒബ്ജക്റ്റീവ് ഡിഫൈൻ ചെയ്താൽ നമ്മൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായെന്ന് കരുതിക്കൊള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഈ അഭിപ്രായ വ്യത്യാസം നമ്മൾ തർക്കിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ കോൺവെർസേഷന്റെ പർപ്പസ് എന്താന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പർപ്പസിനനുസരിച്ച് ഞാൻ സംസാരിച്ചാൽ മതിയല്ലോ. നിങ്ങളെ തോൽപ്പിക്കലല്ല എന്റെ പർപ്പസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കലല്ല നിങ്ങളുടെ പർപ്പസ്. പകരം ഈ സ്ഥാപനം ഉയരുക എന്നതാണ് പർപ്പസ് എങ്കിൽ നമ്മുടെ ഈ കോൺവെർസേഷൻ, ഈ തർക്കം അതിന് സഹായകരമാണോ? അതിന് സഹായകരമല്ലെങ്കിൽ നമ്മൾ ആ വർത്തമാനത്തിന് പോകും. അപ്പൊ ഒരു കോമൺ ഗോളിലേക്ക് പോകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ക്രിയേറ്റീവ് ആവണം. അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. ഈ ഗോൾ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ വിഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തലയിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ടീം കൂടിയിട്ടല്ലേ കോർ ടീം എന്ന് പറയുന്നത്. അതായത് കൂടെ ഉള്ളവരെ ആ ഒരു ഗോളിലേക്ക് അലൈൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ഉത്തരവാദിത്വം ഇവർക്ക് തന്നെയല്ലേ ഉള്ളത്. സക്സസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ക്ലാരിറ്റിയാണ്. എവിടേക്കാണ്, എന്താണ്, എന്തിനാണ്, എന്തൊക്കെ റിസോഴ്സുകളുണ്ട്, ഇതൊക്കെ ഭയങ്കര ക്ലാരിറ്റി വേണം. ഈ ക്ലാരിറ്റി ഏറ്റവും ആദ്യം ഒരു സ്ഥാപനത്തിൽ വരേണ്ടത് ആ ഓൺട്രപ്രണർ അദ്ദേഹത്തിന്റെ കോർ ടീമിനുണ്ട്. അവർക്ക് ഈ ക്ലാരിറ്റി വന്നില്ലെങ്കിൽ താഴെയുള്ളവർക്ക് ഒരിക്കലും ഈ ക്ലാരിറ്റി കൊണ്ടുവരാൻ എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് ഒരു ശക്തമായ കോർ ടീം വളരെ ക്ലാരിറ്റി ആയിരിക്കും. നമ്മൾ എവിടേക്കാ പോകണം, അതൊക്കെ വ്യക്തമായ ഉത്തരം ഉണ്ടാകും. അതിൽ എല്ലാവർക്കും ഒരേപോലത്തെ ഉത്തരമാണെങ്കിൽ അവർ അലൈൻമെന്റ് ആണ് എന്നർത്ഥം. നമ്മളൊരു ബസ്സിൽ പോകണം, അപ്പൊ ഒരാളോട് ചോദിക്കും നിങ്ങൾ എവിടേക്കാന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും ഒരാൾ കോഴിക്കോടാണ്, വേറൊരാൾ പറയും തിരുവനന്തപുരത്താണ്. അതൊരു അലൈൻമെന്റ് ഉള്ളതല്ല. അപ്പൊ അതിലൊരു ക്ലാരിറ്റി നമ്മൾ കൊണ്ടുവരും. ഇപ്പൊ നമ്മളിപ്പോ ഒരു കോർ ടീം ബിൽഡ് ചെയ്തു. ഇപ്പൊ ഒരു 1.5 കൊല്ലത്തോളം ഒരു കുറെ പേര് നമ്മുടെ ടീമിൽ ഉണ്ടായിരുന്നു. ഇതിന്നിപ്പോ ഒരാള് പോകുകയാണ് എന്നുള്ളൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഗ്യാപ്പ് നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യും? നമ്മൾ സാധാരണ ഓഫീസ് തലത്തിൽ ഒരു ജോലിക്കാരെടുക്കുന്ന പോലെ തന്നെ ആ പോസ്റ്റിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. ഒന്നില്ലെങ്കിൽ നമ്മുടെ താഴെയുള്ള ഒരാളെ തന്നെ ആയിരിക്കും കൊണ്ടുവരാം ഫസ്റ്റ് പ്രിഫറൻസ്. അതിൽ ഏബിളായ ഒരാളുണ്ടെങ്കിൽ നമ്മൾ അയാളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അയാളെ നമ്മൾ ആ പോസ്റ്റിലേക്ക് കൊണ്ടുവരും. സ്വാഭാവികമായി അയാൾക്ക് ആ കൾച്ചർ അറിയാവുന്നത് കൊണ്ട്, ആ സ്ഥാപനത്തിന്റെ കൾച്ചറും കാര്യങ്ങളും കൊണ്ട് അയാൾക്ക് ഈ കോർ ടീമിൽ വരുമ്പോൾ എളുപ്പമായിരിക്കും. ഇനി പുതിയ ഒരാളെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ കൊണ്ടുവന്ന ഉടനെ അയാളെ കോർ ടീമിൽ ഉൾപ്പെടുത്താതിരിക്കുക എന്നതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. കാരണം അത് അയാൾക്ക് ഈ സ്ഥാപനവും ഈ സ്ഥാപനത്തിന്റെ കൾച്ചറും ഇവിടുത്തെ വാല്യൂ സിസ്റ്റം എല്ലാം പൊരുത്തപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഏബിൾ ആണെങ്കിൽ ഇത് കൊണ്ടുവന്നാൽ മതി. ഈ പവേഴ്സിനെ പറ്റിയിട്ടൊന്ന് പറയാം സർ. നമുക്ക് ഇപ്പൊ പറഞ്ഞ കോർ ടീം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ്. എന്താണ് ഡിസിഷൻസ് എല്ലാം എടുക്കുക, സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ബിൽഡ് ചെയ്തെല്ലാം അവരാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്താണ് ഇത്ര വരെ പവർ ആണ് ഇവർക്ക് കൊടുക്കാമുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ എല്ലാത്തിലും അഭിപ്രായം പറയുക അങ്ങനത്തെ ഒരു ഇതല്ലാതെ ഇപ്പൊ എന്തെങ്കിലും ഇത്ര വരെയാണ് നിങ്ങൾക്ക് പറയാമുള്ളൂ, ഇത്ര വരെയാണ് നിങ്ങൾക്ക് ചെയ്യാമുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ പവർ എന്ന് പറയുന്ന കാര്യം? അത് അവർക്ക് കൊടുക്കുന്ന റോൾ അനുസരിച്ചല്ലേ. ഇപ്പൊ ഉദാഹരണം, ഓരോരുത്തർക്കും ഒരു റോളും ആ റോളിനുള്ള അധികാരവുമാണ് ഉള്ളത്. ഉദാഹരണം, ഒരു പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടർക്കുള്ള അധികാരമുള്ള സർക്കിൾ ഇൻസ്പെക്ടർക്കുള്ള അധികാരം, ഒരു DYSPയുടെ അധികാരം വ്യത്യസ്തമായിരിക്കും. അതുപോലെ അവരുടെ റോളിന് എന്ത് അധികാരമാണ്. പക്ഷെ ഞാൻ പറയും, നിങ്ങൾ ഏതൊരാൾക്ക് എന്ത് ജോലി കൊടുത്താലും ആ ജോലി ഡെലിഗേറ്റ് ചെയ്യുമ്പോഴും അതോറിറ്റി കൂടി ഡെലിഗേറ്റ് ചെയ്യണം.
അത് ചെയ്യാനുള്ള അധികാരം കൂടി അയാൾക്ക് കൊടുക്കണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ അധികാരം കിട്ടുമ്പോഴേ അയാൾക്ക് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. അപ്പൊ അത് കൊടുക്കാം, അത് പടിപ്പടിയായി കൊടുത്തു. ഇപ്പൊ നമ്മൾ മക്കളെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഏൽപ്പിച്ച് മിടുക്കനാകുമ്പോൾ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന പോലെ, അങ്ങനെ ഒരു മക്കളെ വളർത്തുന്ന പോലെ തന്നെയാണ് ഒരു കോർ ടീമിലെ മെമ്പേഴ്സിനെ വളർത്തേണ്ടതെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ഓൺടർപ്രണേഴ്സ് ഉണ്ടാവും. അപ്പൊ അവരുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആകും ഇപ്പോൾ. അപ്പൊ എന്താണ് ഇവരോട്, ഇപ്പൊ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഒരു ലാസ്റ്റ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് പോലെ, ഒരു ഗോൾഡൻ റൂള് പോലെ നിങ്ങൾ ഇത് ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ പറയാൻ സാറിന് എന്താണുള്ളത് ഓൺ ബേസിസ് ഓഫ് കോർ ടീം? ഞാൻ പറയും, നിങ്ങളുടെ കോർ ടീമിന്റെ സ്ട്രെങ്ത് ആണ് നിങ്ങളുടെ ബിസിനസിന്റെ സ്ട്രെങ്ത്. അതുകൊണ്ട് കോർ ടീം ഇല്ലാതെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതം തുലയ്ക്കാനുള്ള പരിപാടിയാണ്. നിങ്ങളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഒരു പെർഫെക്റ്റായ ഒരു കോർ ടീം ഉടനെ ഉണ്ടാകണം എന്ന് വിചാരിക്കരുത്. ഇതെല്ലാം പെർഫെക്റ്റായ മക്കൾ നമ്മൾ രൂപപ്പെടുത്തി എടുക്കുന്ന പോലെ ഇവരെ നമ്മൾ പടിപ്പടിയായി ഒരു ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് പ്ലാൻ ഉണ്ടാക്കി 5 കൊല്ലം കഴിഞ്ഞാൽ ഇതിൽ ആരെയായിരിക്കും നമുക്ക് പൊക്കിക്കൊണ്ടുവരാൻ കഴിയുക, പുറത്തുനിന്ന് ഏതിലായിരിക്കും ആളെ കൊണ്ടുവരേണ്ടി വരിക എന്നതെല്ലാം ഒരു നന്നായി പ്ലാൻ ചെയ്ത്, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഒരു സക്സഷൻ പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് നല്ലൊരു ടീം ഉണ്ടാക്കാം. ടീം ഉണ്ടാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ലെവൽ ലീഡേഴ്സിനെ ഡെവലപ്പ് ചെയ്യാനും കമ്പനി നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകാനും കഴിയുള്ളൂ. കോർ ടീം ഇല്ലാത്ത ഒരാൾ ഒരു ബിസിനസ്സുകാരനാണെന്ന് പറയാൻ പറ്റില്ല, ഒരു സെൽഫ് എംപ്ലോയി ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് തിടുക്കം പിടിച്ച ഒരാളെ കോർ ടീമിലേക്ക് കൊണ്ടുപോകാതെ നേരത്തെ നമ്മൾ പറഞ്ഞ കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പടിപടിയായിട്ട് ബിൽഡ് ചെയ്ത് ഒരു ടീം ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. കോർ ടീമിൽ തുടക്കത്തിൽ 2 പേരായാലും മതി, നിങ്ങൾ വേറൊരാളും, അത് 3 ആവാം 4 ആവാം, മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്താൽ മതി. പെർഫെക്ഷൻ ഇല്ല, അത് കറക്റ്റ് ചെയ്താണ് അതിലേക്ക് എത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഭയങ്കര കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ലൈക്ക് ഒരു ടീം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്ന് ഡിഫറെന്റ് ആയി ടീമിനെ കുറിച്ച് നമ്മൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. പക്ഷെ കോർ ടീം എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഇങ്ങനെ ഒരു ഡിസ്കഷൻ ഇത് ആദ്യമായിട്ടായിരിക്കും. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പലയിടത്തും ഇത് പറഞ്ഞിട്ടുണ്ട്, സ്പേസിലാണെങ്കിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ആദ്യമായിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോക്ക് വളരെ ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു. ഒത്തിരി ഓൺടർപ്രണേഴ്സ് കാണുന്നവർക്ക് ഇത് ഹെൽപ്ഫുൾ ആവട്ടെ, അവരുടെ ടീമിൽ ഒരു കോർ ടീമിനെ ബിൽഡ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റട്ടെ. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നമ്മൾ ഇനി നല്ലൊരു ബിസിനസ് ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.